നമസ്കാരം. ഏറെ ചർച്ചകൾക്കൊടുവിൽ വൈദ്യുതി ബില്ലിൽ അടിമുടി മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങി KECB. പ്രതിമാസ വൈദ്യുതി ബിൽ ഉടൻ നടപ്പാക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. ഇതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ടെന്നും ഉപയോക്താക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പുതിയ രീതി നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ വൻകിട ഉപയോക്താക്കളിലായിരിക്കും പുതിയ രീതി പരീക്ഷിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് വിജയിച്ചാൽ സമ്പൂർണ്ണമായും പ്രതിമാസ ബില്ലിംഗിലേക്ക് മാറുമെന്ന് മന്ത്രി പറഞ്ഞു. സ്മാർട്ട് മീറ്ററിലൂടെ ഉപഭോക്താക്കൾക്ക് തന്നെ മീറ്റർ റീഡ് ചെയ്യാനാകും. മീറ്റർ റീഡിങ്ങിന് കൂടുതൽ ജീവനക്കാരെ വേണ്ടിവരില്ല. പ്രതിമാസ ബില്ലിംഗ് വൈദ്യുതി താരിഫിൽ പ്രതിഫലിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. 1.40 കോടി വരുന്ന KECB ഉപഭോക്താക്കൾക്ക് ബില്ലിംഗ് ലളിതമാക്കാനുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇക്കാര്യങ്ങൾ KECB പരിഗണനയിൽ വെച്ചത്. 2 മാസം കൂടുമ്പോഴുള്ള ബില്ലിന് പകരം പ്രതിമാസ ബിൽ ഏർപ്പെടുത്തണമെന്നത് ഉപഭോക്താക്കൾ ഏറെക്കാലമായി ആവശ്യപ്പെടുന്നതാണെന്നും 200 യൂണിറ്റിന് മുകളിൽ ഉപഭോഗം കടന്നാൽ തുടർന്നുള്ള ഓരോ യൂണിറ്റിനും ഉയർന്ന താരിഫായ ₹8.20 കൊടുക്കണം. 2 മാസത്തെ ബില്ലായി പലർക്കും താരതമ്യേന ഉയർന്ന തുക കൊടുക്കേണ്ടി വരുന്നു. ഇത് പ്രതിമാസമായാൽ ഉയർന്ന താരിഫും അമിത ബില്ലും ഒഴിവാകുമെന്നതാണ് ഇതിന്റെ ഗുണം. നിലവിൽ ഇപ്പോൾ 1 മീറ്റർ റീഡിങ്ങിന് ശരാശരി 9 രൂപയാണ് KECB ചെലവാക്കുന്നത്. സ്പോട്ട് ബില്ലിങ്ങിനായി അധികം ജീവനക്കാരെ നിയമിക്കുകയും വേണം. ഈ സാഹചര്യത്തിൽ ചെലവ് കുറയ്ക്കാൻ ഉപഭോക്താക്കളെ കൊണ്ട് തന്നെ മീറ്റർ റീഡിങ്ങിന് സൗകര്യം ഏർപ്പെടുത്താനാകും. അതാത് സെക്ഷൻ ഓഫീസുകളിൽ വിവരം കൈമാറി ബില്ലടയ്ക്കാം. ഇതിനായി കസ്റ്റമർ കെയർ നമ്പറോ വാട്സ്ആപ്പ് ഗ്രൂപ്പോ ഏർപ്പെടുത്തണമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ സംസ്ഥാനത്ത് വൈദ്യുതി ബില്ലുകൾ മലയാള ഭാഷയിലും നൽകാൻ തുടങ്ങി. ബില്ല് മലയാളത്തിൽ നൽകണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ അദാലത്തിൽ ആവശ്യമുയരുകയും ചെയ്തിരുന്നു. ജനങ്ങൾക്ക് ഇംഗ്ലീഷിലെ ബില്ലുകൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന പരാതിയെ തുടർന്നാണ് നടപടിയെടുത്തിരിക്കുന്നത്. മീറ്റർ റീഡിംഗ് മെഷീനിൽ തന്നെ ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നൽകും. കറണ്ട് ബിൽ ഉപഭോക്താക്കളുടെ മൊബൈൽ ഫോണുകളിലേക്ക് മെസ്സേജായും ഇമെയിലായും നൽകും.